ഏതായാലും പിന്നെ റമദാൻ വരികയാണ് ന്യൂസുവോ. റമദാനിന് പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചൊവ്വാലും ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പുതിയത് കൊണ്ടുവരാനുണ്ടോ? അതൊന്ന് നോക്കണ്ടീന്. ഏതായാലും കഴിഞ്ഞ റമദാനിൻ്റെ മുമ്പ് പറഞ്ഞത് കഴിഞ്ഞ റമദാനിൻ്റെ ഈ സമയത്ത് പറഞ്ഞതെന്നുണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞു നോക്കട്ടെ. അതൊരു രസമാണ് പിന്നെ ന്യൂസ് ഒന്നൊന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ സമയത്ത് പറഞ്ഞത് ങ്ങളെ കഷ്ടക്കാരാ. ഞങ്ങൾ ഓരോന്ന് തുടങ്ങാൻ പോവാണ്. പടച്ചോനെ, റമദാൻ കഴിഞ്ഞാൽ നമ്മളെ കഷ്ടക്കാലാണ്, ഞങ്ങൾ ഓരോന്ന് തുടങ്ങാൻ പോകുക എന്ന് പറഞ്ഞത്. എന്തൊക്കെ ന്യൂസ് വെച്ച് പറഞ്ഞങ്ങാണ്ട് മനുഷ്യനെ പേടിപ്പിച്ചത്. ഇത് നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് ന്യൂസുവാ. ഇങ്ങനൊന്നും ആവല്ലടാ. നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹത്തായ പോരാട്ടം അവസാനിപ്പിക്കും. അതെന്തേ ന്യൂസ് പറഞ്ഞിട്ട് കിട്ടണില്ലേ? പടച്ചോനെ, നമ്മളെ അടിത്തറ അങ്ങോട്ട് അളക്കിയിട്ട് ഈ മഹാന്മാരുടെ സംഘം അടങ്ങുള്ളൂ എന്നാ പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ, ആകണ അളക്കി മറിച്ചു എന്നാ പറഞ്ഞത്. റബ്ബുൽ തമ്പുരാനെ, എന്താണ് ന്യൂസ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണത്? എന്നിട്ട് ഇപ്പോൾ അളക്കിയിട്ട് ഇത് അളകണില്ലല്ലോടാ. അതാണല്ലോ രസം. ഇത് 2013 തുടങ്ങിയതാ. ഞാനൊരൊറ്റ ക്ലിപ്പ് അങ്ങിട്ടിട്ടാൽ നിങ്ങൾ അടപ്പ് പൂട്ടും, ആപ്പീസ് പൂട്ടും. അന്ന് തുടങ്ങിയതാ. 2013 തുടങ്ങിയിട്ട് ഇതുവരെ ആപ്പീസ് പൂട്ടിയിട്ടില്ലല്ലോ. ജനങ്ങൾ കണ്ടമാനം കൂടുക, സുന്നത്തമായത്തിൻ്റെ പ്രവർത്തനം കൂടുക എന്നല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. എൻ്റെ പൊന്നാര മോനെ ഇനിയൊരു കാര്യം ചെയ്യും, കുറച്ചൊക്കെ ചെന്ത് ചെയ്യാലോ. ഈ സ്റ്റേജൊക്കെ കെട്ടിയാണ്ട് പറയുമ്പേ കുറച്ചൊക്കെ ഈ മറ്റുള്ള കാര്യങ്ങളും പറയാൻ നോക്കേ. തലി കെട്ടിയാണ്ട് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇപ്പം എന്താ പറയുക, എല്ലാവരും മൂല്യരേക്കാരം. അപ്പം കുറച്ചൊക്കെ കാര്യങ്ങളിലേക്ക് കയറേ. കാരണം ഇപ്പോൾ കണ്ടത് ഒരു ചങ്ങായി, ഒരു നിരീശ്വരവാദി ചങ്ങായി പറഞ്ഞിട്ടത് നായിനെ തൊട്ടാലും അവന് കേൾക്കണ്ട, അങ്ങനത്തെ ഒരു പ്രത്യേകത ഒന്നുമില്ല. അത് കേട്ടിക്കണോ? അതൊന്ന് കേട്ടോക്കെ. ഇത്രയും ഉപകാരമുള്ള ഒരു ജീവിയെ, ആ ജീവിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കഴിവ് കൊടുത്ത് അതിനെ നിങ്ങൾ പരിശീലിപ്പിച്ച് ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞ ജീവിയെ തൊടുമ്പോഴേക്കും പോയി 7 പ്രാവശ്യം കഴുകണം, മണ്ണിട്ട് കഴുകണം എന്നൊക്കെ പറയുന്നത് എന്ത് യുക്തി അതിന്റെ പുറകിലുള്ളത്? ഒരു യുക്തിയും അതിന്റെ പുറകിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലും നമുക്ക് കാണാൻ കഴിയില്ല നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ ഇല്ല. നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന് പറയുന്ന ഒരു ഹദീസും ഇല്ല. ഉള്ള ഹദീസ് പോലും നമുക്ക് മനസ്സിലാവുന്നത് നായ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ തലയിട്ടാൽ അത് കഴുകണം എന്ന് പറയുന്ന ഹദീസാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുള്ളൂ. ഇത്രയും ഇത്രയും ഉപകാരമുള്ള ഒരു ജീവിയായ നായ, അങ്ങനത്തെ ആ നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്നൊരു ഹദീസിലും ഇല്ല. അങ്ങനെ ഒരു ഹദീസിലും ഇല്ല 7 പ്രാവശ്യം കഴുകണം, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം, അങ്ങനെ ഒന്നുമില്ല. കാരണം അത്രയും ഉപകാരപ്രദമായൊരു ജീവിയാണ് ആ ജീവി. അപ്പം എങ്ങനെ അത്രയും ഉപകാരപ്രദമായ പരിശീലനങ്ങൾ കൊടുത്ത് നായാട്ടിനും അതുപോലെ വേട്ടയ്ക്കുമൊക്കെ ഉപയോഗിക്കുന്നൊരു ജീവിയല്ലേ നായ എന്നുള്ളത്. അങ്ങനത്തെ ആ നായയെ സംബന്ധിച്ച് അങ്ങനെ പറയുക? അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ അത് അങ്ങനെ ഒരു ഹദീസിലൊന്നും ഇല്ല. അങ്ങനെ എന്തില്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണ്ട, പിന്നെ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടൊന്നും കഴുകണ്ട എന്നാണ് ആര് പറയണത്? നമ്മളെ ഈ നിരീശ്വരവാദിയായ ചങ്ങായി പറയുന്നത് കേട്ടില്ലേ? അപ്പോൾ എൻ്റെ ഓൻ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടി ഉപകാരം. അത് ദീനിനൊരു ഉപകാരമാവും, ദീനിനിക്കൊരു ഉപകാരമാവും പ്രസംഗം. മറ്റേത് ഒരു മൻഫായത്തും ഇല്ലടാ, ഒരു കാര്യമില്ല. കാരണം ഇജ്ജ് പറഞ്ഞാൽ നമ്മൾ വിടൂല. ഇജ്ജ് പറയുന്ന നുണകളൊക്കെ ഞങ്ങൾ പൊളിച്ചടക്കും. ഞങ്ങൾ വെറും ഈ റൂം കുത്തിരുന്നാൽ മതി, പൊളിച്ചടക്കും. ഇഷ്ടം പോലെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ, എൻ്റെ ഒപ്പം കൂടിയ ആൾക്കാർ തിരിഞ്ഞ് സുന്നത്തമായത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേ. എന്നാൽ ജനങ്ങളെന്തുണ്ടാവുന്നവരോ മനസ്സിലാക്കിക്കോളും. കാരണം എന്താ ഇപ്പം പറഞ്ഞത്, നായ എന്നുള്ള ജീവി അത് നല്ലൊരു ജീവിയാണ്, നല്ല ജീവി തന്നെയാണ്, പഠിച്ച ജീവിയല്ലേ. അപ്പോൾ ആ ജീവിയെ സംബന്ധിച്ച് ഹുക്കുമ് വന്നതുണ്ട്. അത് മുവല്ലദായ നജസാണ്, ഐനുൻ നജസാണ്, തടിയന്നെ നജസാണ്. അപ്പോൾ തടിയന്നെ നജസായ ആ സാധനത്തിനെ തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണമെന്നും
അതിലൊരു പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകണമെന്നും പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനെ പാടെ നിഷേധിച്ചുകൊണ്ടാണ് ഈ നിരീശ്വരവാദി സംസാരിക്കുന്നത്. സത്യത്തിൽ ആ ഹദീസും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഈ വിഷയങ്ങളും ഒക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ, എന്നാൽ നായ തൊട്ടാൽ കഴുകണമെന്നും മണ്ണിനിക്കേ നായയുടെ അണുക്കളെ നീക്കാൻ കഴിയുകയുള്ളൂ എന്നും ശാസ്ത്രം കണ്ടുപിടിച്ചു. എങ്ങനെ? നായയിൽ നിന്ന് തൊടുന്നതും നായയിൽ നിന്ന് വരുന്ന നീരുകളും മറ്റുമൊക്കെ വിയർപ്പുകളുമൊക്കെ അതിലൂടെ ഒരു അണുക്കൾ കയറി വരുന്നുണ്ട്. ആ അണുക്കളെ നശിപ്പിക്കാൻ മണ്ണിനെ കഴിയുകയുള്ളൂ. അത് മണ്ണ് കലക്കിക്കൊണ്ട് കഴുകണം, മണ്ണ് കലക്കി പാരണം എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. ആ അടിസ്ഥാനം വെച്ച് ശാസ്ത്രം കണ്ടുപിടിച്ച അടിസ്ഥാനം ഇന്ന് അത് പബ്ലിക്കിൽ വരികയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് ഈ ചെങ്ങായിൻ്റെ പ്രസംഗം വരുന്നത്. നിങ്ങൾ നോക്കി, 1500 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 പ്രാവശ്യം കഴുകണമെന്നും അതിലൊരു പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകണമെന്നും പറയുമ്പോൾ അതേ വിഷയത്തെ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച എന്താണ്? ശരിയാണ്. അത് ശരിക്കും ആ നായയിൽ നിന്നൊരു അണുക്കൾ വരുന്ന ആ അണുക്കളെ നശിപ്പിക്കാൻ മണ്ണിനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മണ്ണ് കൊണ്ട് തന്നെ കഴുകണം എന്ന് പറഞ്ഞെടുത്ത് ഈ ചങ്ങായി, ഈ നിരീശ്വരവാദിയായി ചങ്ങായി പറയുന്നു, നായ എന്നുള്ളതിനെ തൊടുകയും കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യണ്ട. കേട്ടില്ല നിങ്ങൾ പറഞ്ഞത്? എന്നാൽ ഇനി നായ നക്കിയിട്ട് ആ നക്കിയ സാധനം, ആ ഗ്ലാസ് നല്ല എന്താ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടണില്ല, ആ സാധനം വെച്ച് നോക്കുമ്പോൾ അതിലൂടെ അണുക്കളെ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നോക്കി കണ്ടോക്കി. കണ്ടില്ലേ? നായ നക്കിയ ഗ്ലാസ്. ഈ ചങ്ങായിൻ്റെ പ്രസംഗം നടക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതായിരിക്കും ചിലപ്പോൾ അത്. അപ്പോൾ കണ്ടങ്ങൾ ആ ഒരു ഗ്ലാസ് ആ നായ നക്കിയപ്പോൾ ആ നായ നക്കിയ ആ ഗ്ലാസ്സാണ് എന്ത് ചെയ്യുന്നത്, ഇത് വെച്ചുകാണ്ട് നോക്കിയപ്പോൾ അതിലൂടെ വലിയ വലിയ അണുക്കൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണുന്നില്ലേ? അപ്പം ഈ അണുക്കളെ നശിപ്പിക്കാൻ എന്തിനേ കഴിയുള്ളൂ? മണ്ണിനെ കഴിയുള്ളൂ എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. ആ ശാസ്ത്രം കണ്ടുപിടിച്ചു അന്ന് അള്ളാൻ്റെ റസൂൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചു, അവകളെ കൊല്ലാനും നശിപ്പിക്കാനും മണ്ണിനേക്കേ കഴിയുള്ളൂ. അത് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചു പറഞ്ഞു. ഇക്കാലഘട്ടത്തിലാണ് ഈ നിരീശ്വരവാദിയായി ചങ്ങായിൻ്റെ പ്രസംഗം വരുന്നത്. എന്താ പറയുന്നത്? നായ എന്നുള്ളത് നല്ലൊരു ജീവിയാണ്, മാത്രമല്ല അതിന് നല്ല പരിശീലനങ്ങളും മറ്റൊക്കെ കൊടുത്ത് നമ്മൾ നല്ല രൂപത്തിൽ കൊണ്ടുനടത്തേണ്ട ഒരു ജീവിയാണ്. അപ്പോൾ ആയതുകൊണ്ട് നായയെ സംബന്ധിച്ച് അങ്ങനൊരു ഹദീസും ഇല്ല, അങ്ങനെ കഴുകേണ്ടതും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നൗഷോ ഇതിനൊക്കെ ഒരു മറുപടി പറയടാ, ഇതിനൊക്കെ ഒന്ന് പറയേ. അപ്പം ജനങ്ങൾക്ക് കുറച്ചൊക്കെ പറയുന്നിടത്ത് ഈ ചങ്ങായി എന്നാ പ്രസംഗിക്കുമ്പോൾ എന്നാ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്ന് ജനങ്ങൾ എങ്ങനെയും കരുതിക്കോളും. ഇത് വെറും സുന്നിയാളെ പറയാനായിട്ട് നിൽക്കല്ലടാ. വെറും സുന്നിയാളെ പറയുമ്പോൾ ആൾക്കാരെന്ന് പറയും, പെണ്ണുങ്ങൾ വരെ മനസ്സിലാക്കുന്നത് ഈ ചങ്ങായി ഇങ്ങനെയെന്ന്. ഞങ്ങൾ രണ്ടാളാണെന്ന് ഒരേ മാതിരിയാണ്. ആൾക്കാർ കരുത് എന്താ ഈ ചങ്ങായി ഇങ്ങനെയെന്ന് കരുത്. ഈ ഒരു മോയൻ്റെ സാധനം നേരം വെളുത്ത് കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറിയിട്ട് ഈ പണ്ഡിതന്മാരെങ്ങനെ മൂല്യന്മാരെങ്ങനെ പരമാവസ്ഥയിലെ കുട്ടികൾ വരെ പറയണേ എന്താ അയാൾ അങ്ങനെ, ആ മൂല്യർ എന്താ അങ്ങനെ പറയണത്, എന്താ ഇപ്പം ചെയ്യുക? അപ്പോൾ എൻ്റെ കുട്ടി ഒരു കാര്യം ചെയ്യേ, ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ
അങ്ങനത്തെ ഒക്കെ എടുത്ത് കണ്ടൊക്കെ ഒന്ന് വേളു പറയാം. എന്നാൽ പിന്നെന്താ പറയുക, നമുക്ക് കേൾക്കാനും രസമാണ്. മറ്റേത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസം ലേറ്റാടാ പ്ലീസ്.